എല്ലാവർക്കും നമസ്കാരം. ക്രൂഡ് ഓയിൽ ട്രേഡിങ്ങിൻ്റെ എക്സ്പയറി ഡേ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേയ്സിൽ എപ്പോഴും കുറച്ച് സ്ട്രാഡിൽ ഇൻ ദ സെൻസ് ഷോർട്ടാണ്, സെല്ലിംഗ് സ്ട്രാറ്റജീസാണ്. ലോങ്ങിലേക്ക് ഒരിക്കലും പോകരുത് എക്സ്പയറി ഡേയ്സിൽ. പക്ഷേ കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് ഒരു പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ ലഭിക്കണമെങ്കിൽ നമുക്ക് 200 ഡെപ്തിൽ, അതായത് ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ 2 സ്ട്രാങ്കിൾ ലെഗ്സ് ബിൽഡ് ചെയ്യുക. 2 ലെഗ് ബിൽഡ് ചെയ്ത് സ്ട്രാങ്കിൾ സ്ട്രാറ്റജീസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓൾവേസ് അത് ഒരു മോർ ദാൻ 70-80% ഓഫ് വിന്നിങ് റേഷ്യോ കൂടുതലുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നോക്കാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ സ്ക്രീൻ നൗ. നമ്മൾ ധനിൻ്റെ ഓപ്ഷൻ ട്രേഡേഴ്സ് വെബിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അതറിയാം. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ മെനുവിൽ പോയിട്ട് ഏറ്റവും ടോപ്പിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. നോർമൽ ഇതിൽ നിന്ന് നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് സ്ട്രാറ്റജീസ് ഓൺ ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഈ സ്ക്രീൻ വരും. ഇവിടെ നിന്ന് നമുക്ക് വേണ്ടുന്നത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ മിനി. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്യുക. ദെൻ അനലൈസ്, ദെൻ പോപ്പുലർ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക. പോപ്പുലർ സ്ട്രാറ്റജീസിൽ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് നോൺ ഡയറക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നോൺ ഡയറക്ഷനിൽ നമുക്ക് സ്ട്രാഡിലും യൂസ് ചെയ്യാം. സ്ട്രാഡിൽ നോക്കൂ. സ്ട്രാഡിൽ എന്ന് പറയുന്നത് ATMൻ്റെ കോളും പുട്ടും നമ്മൾ ഒരു ATMൻ്റെ തന്നെ കോളിനെയും പുട്ടിനെയും സെല്ല് ചെയ്ത് നിർത്തുന്നതിന് നമ്മൾ സ്ട്രാഡിൽ എന്ന് പറയുന്നു അല്ലേ. തൊട്ടിലിൻ്റെ രീതിയിൽ. തൊട്ടിൽ എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്, തൊട്ടിലിൻ്റെ ജോയിനിങ് എവിടെയാണ് വരിക, തൊട്ടിൽ ഇങ്ങനെ മേളിൽ നമ്മൾ കെട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ, അതാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഒരു ഷേപ്പാണ് അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരേ പോയിന്റിൽ നിന്നും കോൾ സൈഡും പുട്ട് സൈഡിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാഡിൽ സ്ട്രാറ്റജി. പക്ഷെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ട്രാങ്കിളാണ്. പഴയ കാലത്തെ ഓടിട്ട വീടിനെ സങ്കല്പിക്കുക മനസ്സിൽ. ഇങ്ങനെ നീളത്തിനുണ്ടാവും, താഴെ 2 സൈഡിലും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ലെഫ്റ്റ് സ്കൂൾ, നമ്മുടെ പഴയകാല സ്കൂൾസൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. ഓട് മേഞ്ഞ സ്കൂൾസൊക്കെ ഇങ്ങനെ നീളത്തിനുണ്ടാവും, 2 എൻഡിലും ഇങ്ങനെ താഴ്ന്നു വരും. അതേമാതിരി പേ ഓഫ് ഗ്രാഫിന് സെലക്ട് ചെയ്ത് കാണിക്കാം. സ്ട്രാങ്കിളിൽ തന്നെ ഡിഫറെൻറ്റ് പ്രോഫിറ്റ് സ്ട്രാറ്റജി മെത്തേഡ്സ്. ഇപ്പോൾ നമുക്കതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കിട്ടുന്ന സ്ട്രാറ്റജി കാണിക്കും, അതിനേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞത് കാണിക്കും, അതിനേക്കാൾ കുറച്ചുകൂടെ കാണിക്കും. അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ക്രൂഡ് ഓയിലാണ്, നോട്ട് മിനി. ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, 100 ബാരൽ ബേസിസിലാണ്. ഒരു പോയിന്റ് മാറിയാൽ 100 പോയിന്റ് മാറുക. ക്രൂഡ് ഓയിൽ മിനി ആണെങ്കിൽ 1 പോയിന്റ് മാറിയാൽ 10 പോയിന്റ് മാറുന്ന സ്ട്രാറ്റജി. രണ്ടിൻ്റെ തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും ലോയും പോകരുത്, ഏറ്റവും ഹൈയും പോകരുത്. നമുക്കൊരു മോഡറേറ്റ് 53,000 ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്ട്രാങ്കിൾ സ്ട്രാറ്റജി ഉണ്ട്. ഏറ്റവും ലോവസ്റ്റ് ആണെങ്കിൽ അത് 22,000 സാധ്യത. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ ഒരു 30,000 റേഞ്ച്. ഇത് നോക്കൂ, 31,000 കാണിക്കുന്നു, 30,000. ഇതിൻ്റെ ഒരു നമ്മൾ ബിൽഡറിൽ നമുക്ക് ഇൻ ബിൽഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കൂ, ഇത് അപ്സൈഡിൽ നമുക്ക് 13% വരെ പോയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഡൗൺ സൈഡിലും അതേമാതിരി വീടിൻ്റെ ഷേപ്പ് ഞാൻ പറഞ്ഞ മാതിരി കണ്ടോ. അപ്പോൾ ഇതേമാതിരി ഒരു ഷേപ്പിൽ നമുക്ക് ഇതിൻ്റെ പേ ഓഫ് ഗ്രാഫ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട ഡിഫറൻസ്. ATM ഇപ്പോൾ എത്രയാണ്, 7,950 ATM നിൽക്കുന്നത്. ഇതാണ് 200 ഡിപ്പാണ്. 200 ഡിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ട് ഓഫ് ദ മണി റേഞ്ചിൽ. പുട്ട് സൈഡിൽ 200 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി, കോൾ സൈഡിൽ 200 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി. 2 ഔട്ട് ഓഫ് ദ മണി. ഒരിക്കലും സ്ട്രാങ്കിൾ, അതും എക്സ്പയറി ഡേയുടെ അന്ന് നിങ്ങൾ അത് ട്രേഡിലേക്ക്, എക്സ്പയറി ഡേ സ്ട്രാറ്റജി ആണെങ്കിലും കഴിയുന്നതും തലേ ദിവസം നിങ്ങൾ ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം പ്രയോർ ടു എക്സ്പയറി ഡേയിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ATMൽ നിന്നും 200 പോയിന്റ്സ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ആൻഡ്
200 points ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ. ഇതാണ് ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ പേ ഓഫ് ഗ്രാഫിൻ്റെ ഇതെവിടെ വരും? സെൻറ്ററിൽ വരും. ഇതെന്തുകൊണ്ടാണ് ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നേക്കുന്നത്? കാരണം ഇതിപ്പോൾ ഈവൻ ആയിട്ടല്ല നിൽക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് 7,950 ആണെങ്കിൽ കോൾ സൈഡിൽ വരികയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്? 8,000, 8,050, 8,100, 8,150. പക്ഷേ ഇവിടെ നോക്കൂ 8,750 കിടക്കുകയാണ്. അപ്പോൾ സോ ദാറ്റ് ഈസ് വെരി ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 8,150 എന്ന് പറയുന്നൊരു സോണിലേക്ക് വരിക. ദെൻ പുട്ട് ഓപ്ഷൻ നോക്കൂ. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 7,950 ആണെങ്കിൽ 7,900, 7,850, 7,800 ആൻഡ് 7,750. 7,750യിലേക്ക് നമ്മൾ 750 നോക്കൂ. ഇപ്പോൾ നോക്കൂ കറക്റ്റായിട്ട് പേ ഓഫ് ഗ്രാഫിൻ്റെ നമ്മുടെ ATM എവിടെ നിൽക്കുന്നു? മിഡിലിൽ നിൽക്കുന്നു. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും, അതും വെറും 1 ഡേ മാത്രം ബാക്കിയുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ഇത്രയും ഷോർട്ട് പീരീഡിൽ കൊണ്ടുവരാവൂ. നമുക്ക് ഇത്രയും ഷോർട്ട് പീരീഡിൽ കൊണ്ടുവരാനാണെങ്കിൽ നോക്കൂ, അപ്പോൾ അതിൻ്റെ നമുക്ക് മാക്സിമം ലഭിക്കാവുന്ന സാധ്യത എത്രയാണ്? 27,000 rupees. 5% ആണ് നമുക്ക് ഒരു ദിവസത്തെ കാര്യമായി പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ ഒരു ദിവസം കൊണ്ടോ ഐ മീൻ ദ വെരി 24 hours-നുള്ളിൽ നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി 5% കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എമൗണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള സാധ്യത ഇത് എന്നാൽ പോലും നോക്കൂ, അപ്സൈഡിലാണെങ്കിൽ 6% വരെ നമുക്ക് ലോസ്, ഡൗൺ സൈഡിൽ 6%, അപ്പ് സൈഡിലും 6%, ഓൾമോസ്റ്റ് 6% നമുക്ക് എന്തുണ്ട്? പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ 1 ഡേയിനുള്ളിൽ എന്തായാലും ഒരു 24 hours-നുള്ളിൽ ഉറപ്പായിട്ടും ഇത് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസസ് ഒന്നും ഉണ്ടാവില്ല. മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ പ്രൈസ് നിൽക്കാനും സാധ്യതയുണ്ട്. 200 points അപ്സൈഡ് ഓർ 200 points ഡൗൺ സൈഡിനുള്ളിൽ തന്നെ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര? 400 പോയിൻറ്റ്സിൻ്റെ എന്തുണ്ടാവും? നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും അവിടെ. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്താ ചെയ്യുക? സ്ട്രാങ്കിൾ സ്ട്രാറ്റജി നല്ല ശ്രദ്ധിക്കുക. സ്ട്രാഡിൽ ഓൾസോ ഈസ് ഗുഡ്. സ്ട്രാഡിലാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് ആയിരിക്കും. അതിൻ്റെ അത്രയ്ക്ക് ഹെവി ആയിട്ടൊരു മൂവ് വരികയാണെങ്കിൽ മാത്രമേ ഷോർട്ട് സ്ട്രാഡിൽ യൂസ് ചെയ്യാവൂ. അത് നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മോസ്റ്റ്ലി എക്സ്പയറി ഡേ സമയത്ത് എന്ത് ചെയ്യും? കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ സ്ട്രാങ്കിളിനോട് നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പറയുന്നത്. സോ നല്ല ശ്രദ്ധിക്കുക. എക്സ്പയറിയുടെ പ്രയോർ 1 day ബിഫോർ ആണ് നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ATM-ൽ നിന്നും 200 points ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ആൻഡ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. 2 സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അതേ എക്സ്പയറി തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടിനെയും സെല്ല് ചെയ്യുക. 2 ലെഗും സെല്ല് ചെയ്യുക. നിങ്ങൾ ഇതേ സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റി എത്രയാണ്? 27,000 ഉണ്ട്. ഏതാണ്ട് 5% ഉണ്ട്. നിങ്ങൾക്ക് റിക്വയർഡ് ക്യാപിറ്റൽ നോക്കൂ. ഇത് എന്തായതുകൊണ്ടാണ്? ക്രൂഡ് ഓയിൽ ആയതുകൊണ്ടാണ്. ക്രൂഡ് ഓയിൽ മിനി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇതിപ്പോൾ 5,21,000 rupees നിങ്ങൾക്ക് റിക്വയർഡ് മാർജിൻ വരുന്നുണ്ട്. ഇതേ ക്രൂഡ് ഓയിൽ മിനി ആണെങ്കിൽ അത് എത്രയായിട്ട് മാറും? അത് ഈ 5,21,000-ൻ്റെ 10% മതിയാകും നിങ്ങൾക്ക്. അപ്പോൾ അത്രയും 52,000 rupees മതിയാകും. ഓൾമോസ്റ്റ് 52,000. എന്നാൽ നമുക്ക് നോക്കാം ക്രൂഡ് ഓയിൽ മിനി എന്ന് നോക്കാം. ക്രൂഡ് മിനി ആണെങ്കിൽ ഇതേ സാഹചര്യം വീണ്ടും നമ്മൾ എന്തിലേക്ക് പോവുക? നമ്മളുടെ അപ്പോഴും സ്പോട്ട് പ്രൈസിലൊന്നും മാറ്റമൊന്നുമില്ല. 7,950-ൽ നിൽക്കുകയാണ്. അതിൻ്റെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ എത്രയാണ്? കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്? 8,000, 8,050, 8,100, 8,150. അപ്പോൾ 8,150യിലേക്ക് ഇപ്പോൾ 8,400 നിൽക്കുക. 8,150 കോൾ ഓപ്ഷൻ. ദെൻ പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ സെൽ 8,150 സെൽ. ദെൻ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 750-ൽ നിന്ന് എത്രയാ? 950-ൽ നിന്ന് 900, 850, 800, 750. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ 7,750 നോക്കൂ. പേ ഓഫ് ഗ്രാഫ് മാറി.
നമ്മൾ കണ്ടു നേരത്തെ 27,000 or 28,000 പ്രോഫിറ്റിന് സാധ്യത. ഇപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? വെറും 52,000. നേരത്തെ 5,21,000 വന്നപ്പോൾ നിങ്ങൾക്ക് 28,000 റുപ്പീസ് അല്ലെങ്കിൽ 27,000 റുപ്പീസ് പ്രോഫിറ്റ് പ്രോബബിലിറ്റി ഉണ്ട്. അതേ പ്രൊപ്പോർഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും നിങ്ങളിവിടെ കാണുമ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 2,800 രൂപ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് വെറും 52,000 റിക്വയർമെൻറ്റ് ഉള്ളൂ. 52,000 കമ്പയർ ചെയ്തിട്ട് 2,800 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 5.3%. സെയിം ക്രൂഡ് ഓയിൽ ആണെങ്കിൽ 5,21,000 ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാവുന്ന സാധ്യത എത്രയാണ്? പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ രണ്ടിനും 5.3%. സോ വേറെ വ്യത്യാസമൊന്നുമില്ല. ലോട്ട് സൈസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ മാറുന്നത്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പ്രോബബിലിറ്റി ഈസ് ദ സെയിം ഫോർ ക്രൂഡ് ഓയിൽ ആൻഡ് ക്രൂഡ് ഓയിൽ മിനി. ഇത്രയേ ഉള്ളൂ. ഇതേ സ്ട്രാറ്റജി തന്നെ ക്രൂഡ് ഓയിലിന് മാത്രമല്ല, നിങ്ങൾക്ക് കമ്മോഡിറ്റീസിലും ഈവൻ എക്സ്പയറി ഡേയുടെ തലേ ദിവസം സ്റ്റോക്ക് ഓപ്ഷൻസിലും നല്ല ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യുക. ഒരിക്കലും എന്താ പറയുക, ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിലേക്ക് പോകരുത്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ജയൻറ്റ് ക്യാപ് സെക്ടറിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ജയൻറ്റ് ക്യാപ് സെക്ടറിലേക്ക് നമ്മളുടെ TCS, ഇൻഫോസിസ്, HDFC, റിലയൻസ്, LIC ഇതുപോലുള്ള ജയൻറ്റ് ക്യാപ്പ്, അതായത് 5 ലക്ഷം കോടി SBI ബാങ്ക് ഇതുപോലുള്ള 5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിൽ അല്ലെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷം കോടിക്ക് മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള സ്റ്റോക്സിൻ്റെ ഗുണം എന്താണ്? അത് ഒരു വളരെ അധികം പെട്ടെന്നൊന്നും എന്ത് സംഭവിക്കത്തില്ല. ഫാസ്റ്റായിട്ടുള്ള ഒരു അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് റാലി ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവാം. പക്ഷെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും. അതിൻ്റെ റേഞ്ച്, അതിൻ്റെ ബൗണ്ട്, ATR ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയും. ഈ ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അപ്സൈഡും വലിയ രീതിയിൽ ഡൗൺ സൈഡും പോകത്തില്ല. എസ്പെഷ്യലി വെരി നിയർ ടു ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പയറി ഡേ. ഓക്കെ, സോ ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്പയറി ഡേയുടെ അന്ന് അല്ലെങ്കിൽ വെരി ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് നിങ്ങളത് ഡിപ്ലോയ് ചെയ്യുക. കഴിയുന്നതും തലേ ദിവസം നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ക്രൂഡ് ഓയിലിൽ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ നെക്സ്റ്റ് ഡേ ക്രൂഡ് ഓയിൽ ഈസ് ഗോയിങ് ടു എക്സ്പയർ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ക്രൂഡ് ഓയിലിന് തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചത്. സോ ദിസ് ഈസ് വർക്കബിൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ATMൻ്റെ 200 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി ആൻഡ് 200 പോയിൻറ്റ്സ് ബോത്ത് കോൾ സൈഡ് ആൻഡ് പുട്ട് ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണി, നോട്ട് ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകാൻ ശ്രമിക്കുക, രണ്ട് സൈഡും. Thank you. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.